ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ഞാൻ മിക്സ്ഡ് ഷേപ്പായിട്ടുള്ള പേസ്റ്റൽ ബീഡിൻ്റെ ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ 6 mm ഓഫ് വൈറ്റ് പേൾ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ഐ പിന്ന് ആവശ്യമുണ്ട്. ഒക്കെ സിൽവർ ആയിട്ട് എടുത്തേക്കണേ. ഐ പിന്ന്, ജെം റിങ്, ലോബ്സ്റ്റർ ലോക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കട്ടർ പ്ലെയർ വേണം, പിന്നെ റൗണ്ട് പ്ലെയർ വേണം, പിന്നെ പ്രസ് ചെയ്യാൻ പറ്റിയ പ്ലെയർ വേണം. അത് 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങോട്ട് നീട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഫസ്റ്റായിട്ട് ഒരു ഐ പിന്ന് അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഒരു ഐ പിന്ന് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പേൾ ബീഡാണ് കേട്ടോ. അപ്പോൾ ഒരു പേൾ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേൾ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പാണെങ്കിലും ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും പിന്നെ ഒരു പേൾ ബീഡാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. പേൾ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് ബാക്കിയുള്ള പീസ് വളച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ചതിന് ശേഷം അതിൻ്റെ തുമ്പ് പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണില്ല, നമുക്കിത് ലാസ്റ്റ് കോർത്തെടുക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളച്ചിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ ബാക്കിയുള്ള പീസും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്യണത് ഹാർട്ട് ബീഡാണ് കേട്ടോ. ഹാർട്ട് ബീഡും അതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഹാർട്ട് ബീഡ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്, പക്ഷേ അതിൽ ഞാൻ പേൾ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഫ്ലവർ ബീഡാണ് കേട്ടോ അതിലിട്ട് കൊടുത്തേക്കണേ. പിന്നെ അതിൽ പേൾ ബീഡ് ഇടാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതിൽ പേൾ ബീഡ് ഇടാണ്ട് തന്നെ ഞാൻ വളച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പം നമുക്ക് അങ്ങനെ ഇതുപോലെ വരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബീഡ്സൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 എണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത് ഞാൻ ഇട്ട് വന്നപ്പോൾ ഇതുപോലെ അതിൻ്റെ കമ്പി കൂടുതലായി നിൽക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പ്ലെയർ എടുത്ത് വെച്ചത് കേട്ടോ. കട്ടർ പ്ലെയർ എടുത്ത് വെച്ചത് ഇതുപോലെ വരണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഒരു 6 പീസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് കോർത്ത് കൊടുത്ത് നോക്കിയതിന് ശേഷം നമ്മുടെ കൈക്ക് പാകമാവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ബാക്കി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റോസ് ഫ്ലവറിൽ നിന്നാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ കമ്പി ഫസ്റ്റ് ഒന്ന് ഐ പിന്നിൻ്റെ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ബീഡ് ഏതാണോ ഇടേണ്ടത് അതെടുത്തിട്ട് അതിലേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, വളച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ബീഡ് അപ്പുറത്തേൽ അടുത്ത ഐ പിന്നിൻ്റെ ഇതിലിടുക. അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ അളവ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നോക്കിയപ്പോൾ ഒരു പീസിൻ്റെയും കൂടി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പീസും കൂടിയും കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് അതിൽ നമ്മുടെ ലോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ലോക്കൊക്കെ കൂടി കയറി വരുമ്പോൾ ഒന്നുകൂടി ലൂസാവും. അപ്പം ഞാൻ ഇനി നമുക്ക് ലോക്ക് വെക്കണത് നോക്കാം കേട്ടോ. അപ്പം ലോക്ക് ഇടുന്ന ഭാഗം ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പം വേറൊന്നുമില്ല, ജെം റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ലോക്ക് കയറ്റി കൊടുത്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്യണത്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മുടെ ജെം റിങ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ.
അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രേസ്ലെറ്റ് ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മാത്രം വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. പക്ഷെ ഞാനിതിന് കുറച്ച് ഹാങ്ങിങ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ സ്മോൾ ഫ്ലവർ ബീഡ് തന്നെ എടുത്തിട്ട് ഞാനതിലേക്ക് കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു കമ്പി ഇടവിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ജെം റിങ് ആണ് കേട്ടോ കണക്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ജെം റിങ് ഇട്ട് കൊടുക്കുക. 2 ജെം റിങ് ഇട്ടാലേ അത് കുറച്ച് ഹാങ് ആയിട്ട് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 ജെം റിങ് ഇട്ടതിന് ശേഷം അത് ലോക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജെം റിങ്ങും കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലവറും അതിലേക്ക് കണക്ട് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവറിലേക്കും ജെം റിങ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏതൊക്കെ സ്പേസിലാണ് അത് വെക്കേണ്ടതെന്നുള്ളത് നോക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 എണ്ണമാണ് കേട്ടോ ഇതാക്കി വെച്ചേക്കുന്നത്. 4 സ്പേസിലേക്കുള്ളതാണ് ആക്കി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ജെം റിങ് ഊരിയിട്ട് അതേ നമ്മൾ ഏത് സ്ഥലത്താണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സ്ഥലത്ത് നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം കണക്ട് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഞാനിവിടെ ഒന്ന് അറേഞ്ചൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലിൽ ഞാൻ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.